പ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 5-ാമത് വാക്യം ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. നമുക്ക് എല്ലാവർക്കും ഇതിന്റെ സന്ദർഭത്തെ അറിയാം. ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന പത്രോസ് കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്ന സമയത്ത് ഇതിനു മുന്നമേ കാരാഗ്രഹത്തിനകത്തായിരുന്ന യാക്കോബിനെ ഹെരോദാവ് വാൾ കൊണ്ട് കൊന്നു. അതുപോലെ പത്രോസിനെയും കൊല്ലുവാനായി ഹെരോദാവ് ഡേറ്റുകൾ തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ സഭ പത്രോസിന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തെയാണ് നമ്മളിവിടെ വായിക്കുവാനിടയായത്. ദൈവസഭ പത്രോസിന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്നൊരു പദമല്ല അവിടെ എഴുതിയിരിക്കുന്നത്. പ്രസ്തുത അവിടെ എഴുതിയിരിക്കുന്ന പദം ഇതാണ്: ദൈവസഭ പത്രോസിന്റെ വിടുതലിന് വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥന കഴിച്ചു പോന്നു. കണ്ടോ ആ പദങ്ങളുടെ വ്യത്യാസം കണ്ടോ? പ്രാർത്ഥിച്ചു എന്നൊരു പദമല്ല, ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിച്ചു. എന്താണ് ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിച്ചു എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്? അത് ഇത്ര മാത്രമേ ഉള്ളൂ. അവരുടെ പ്രാർത്ഥനാ രീതിക്ക് അവർ വ്യത്യാസം വരുത്തി. കുറച്ചും കൂടെ വ്യക്തമായി പറഞ്ഞാൽ, യാക്കോബ് കാരാഗ്രഹത്തിനകത്ത് കിടന്നപ്പോഴും ദൈവസഭ ഒരുപക്ഷെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം. എന്നാൽ അതേ വ്യക്തി ജീവിതങ്ങൾ പത്രോസും കാരാഗ്രഹത്തിനകത്തായപ്പോഴും പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷേ യാക്കോബ് കാരാഗ്രഹത്തിനകത്ത് കിടന്നപ്പോൾ എങ്ങനെയാണോ പ്രാർത്ഥിച്ചിരുന്നത്, ആ പ്രാർത്ഥനാ രീതികൾക്ക് അവർ വ്യത്യാസം വരുത്തിക്കൊണ്ട് പത്രോസിന്റെ വിഷയത്തിൽ അവർ പ്രാർത്ഥിക്കുവാനായി തുടങ്ങി. ഹല്ലേലൂയ. അവരുടെ പ്രാർത്ഥനകളിൽ അവർ വ്യത്യാസം വരുത്തിയപ്പോൾ എന്താണ് സംഭവിച്ചത്? അവരുടെ പ്രാർത്ഥനകളിൽ അവർ വ്യത്യാസം വരുത്തിയപ്പോൾ സംഭവിച്ചതാണ്, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവർക്ക് പോലും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ ദൈവപ്രവർത്തികൾ പ്രാർത്ഥനയെങ്കിൽ ദൈവം വെളിപ്പെടുത്തുവാനിടയായി. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി, എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, എന്നെ കേൾക്കുന്ന പ്രിയ പിതാവേ, എന്നെ കേൾക്കുന്ന പ്രിയ കുഞ്ഞ്, നീ പ്രാർത്ഥന നിർത്തുകയല്ല വേണ്ടത്. എന്റെ പ്രാർത്ഥന ഫലപ്രദമല്ല എന്ന് ചിന്തിച്ച് നിരാശപ്പെട്ട് ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ഇനി ദൈവത്തെ വിളിച്ചിട്ട് കാര്യമില്ല, ഇനി പള്ളിയിൽ പോയിട്ട് കാര്യമില്ല, ഇനി കരഞ്ഞിട്ട് കാര്യമില്ല എന്ന് നാം ചിന്തിക്കുന്നതിന് പകരമായി ഇന്ന് ദൈവത്തിന്റെ ആത്മാവിന് നമ്മോട് പറയാനുള്ള ദൈവത്തിന്റെ ചിന്ത ഇതാണ്: നീ ഒന്ന് മാറി ചിന്തിച്ച് നിന്റെ പ്രാർത്ഥനാ രീതിയിൽ നീ ഒന്ന് മാറ്റം വരുത്താൻ നോക്കിയേ. നമ്മൾ പലപ്പോഴും നമ്മുടെ കംഫോർട്ട് പ്ലേസിനകത്തിരുന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ വില കൊടുത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറായി ദൈവസന്നിധിയിലേക്ക് ഒന്ന് ഇറങ്ങി വന്ന് നോക്കിയേ. നമ്മുടെ പ്രാർത്ഥനാ രീതികളെ ഒന്ന് മാറ്റിയേ. വേദപുസ്തകത്തിനകത്ത് ഭക്തന്മാർ പലവിധമാകുന്ന പ്രയാസങ്ങളും വിഷയങ്ങളും അവരുടെ ജീവിതത്തിന്റെ മുമ്പിൽ കടന്നു വന്നപ്പോൾ ആ പ്രതിസന്ധി ഘട്ടങ്ങളെ നേരിടുവാൻ അവരെങ്ങനെയാണ് ദൈവസന്നിധിയിൽ കടന്നു വന്നു പ്രാർത്ഥിച്ചു എന്ന് നാം വേദപുസ്തകത്തിൽ നിന്ന് പഠിക്കുവാൻ തുടങ്ങിയാൽ നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതും വേദപുസ്തകത്തിൽ ഭക്തന്മാർ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളും തമ്മിൽ വളരെ അന്തരമുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ കംഫർട്ട് സോണിനകത്തിരുന്ന പ്രാർത്ഥിക്കുന്നത്. ഇന്ന് ദൈവത്തിന്റെ ആത്മാവിന് നമ്മോട് പറയാനുള്ള ദൈവത്തിന്റെ സന്ദേശം ഇതാണ്: നമ്മുടെ ആ സുഖകരമായ പ്രാർത്ഥനാ രീതികളിൽ നിന്ന് പുറത്തു വരിക. നമ്മൾ ദൈവസന്നിധിയിൽ വില കൊടുത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ ഇന്നലെ വരെ നടക്കാത്ത ദൈവപ്രവർത്തികളെ നമുക്ക് വേണ്ടി ചെയ്തു തരുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. കണ്ണുകൾക്ക് പോലും, പ്രാർത്ഥിക്കുന്നവന്റെ കണ്ണുകൾക്ക് പോലും വിശ്വസിക്കുവാൻ കഴിയാത്ത തരത്തിലെ ദൈവപ്രവർത്തി ചെയ്യുവാൻ ഇന്നും നമ്മുടെ ദൈവം ജീവനോടെയുണ്ടെന്ന്. പ്രാർത്ഥന ഫലിക്കാത്തതിന്റെ കാരണം ദൈവത്തിന് ജീവനില്ലാത്തത് കൊണ്ടല്ല. പ്രാർത്ഥന ഫലിക്കാത്തതിന്റെ കാരണം നമ്മുടെ പ്രാർത്ഥനാ രീതികൾക്ക് നാം വ്യത്യാസം വരുത്താത്തത് കൊണ്ടാണ്. നാം ചിന്തിക്കുന്നത് എങ്ങനെയെങ്കിലും ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം കേൾക്കും. അങ്ങനെയാണെങ്കിൽ കുഞ്ഞെ, നീ ഒന്ന് ചിന്തിക്കുക. ഭക്തന്മാരായ ദൈവത്തിന്റെ ദാസന്മാർ, ഭക്തമതിയായ ദൈവത്തിന്റെ ദാസിമാർ ഹല്ലേലൂയ രാജ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് വില കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ, സമയം കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും ഒരു 10 മിനിറ്റ് കയറിയിരുന്ന് പ്രാർത്ഥിച്ച് കാര്യം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ദൈവം പ്രവർത്തിക്കുമെന്ന് നാം തെറ്റിദ്ധരിക്കരുതേ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ പറയുന്നു. യൂട്യൂബിൽ കാണുന്ന നമ്പറിലോ അറിയാവുന്ന ഏതെങ്കിലും ദൈവദാസന്റെ നമ്പറിലേക്കോ വിളിച്ചു പറഞ്ഞ് കാര്യത്തെ ഹല്ലേലൂയ വിഷയത്തെ അവരെ പറഞ്ഞേൽപ്പിച്ച് 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിന്റെ വിഷയത്തിന് വിടുതൽ കിട്ടുമെന്ന് നീ ചിന്തിക്കരുതേ. കൂലിക്കാളെ വിളിച്ചത് കൊണ്ടോ 10 പേരോട് നിന്റെ വിഷയം പറഞ്ഞത് കൊണ്ടോ നിന്റെ വിഷയത്തിന് പരിഹാരം ലഭിക്കണമെന്നില്ല. നീ വില കൊടുത്ത് ദൈവസന്നിധിയിൽ വചന വ്യവസ്ഥ പ്രകാരം അല്ലെങ്കിൽ ദൈവത്തിന്റെ അഭിഷിക്തന്മാർ എങ്ങനെയാണോ ദൈവസന്നിധിയിൽ വില കൊടുത്ത് പ്രാർത്ഥിച്ചതെന്ന് വേദപുസ്തകത്തിൽ പഠിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്റെ കംഫോർട്ടായ ആ സിറ്റിങ്ങിനെ എല്ലാം വിട്ടുകൊണ്ട് വില കൊടുത്ത് പ്രാർത്ഥിച്ചു
പ്രാർത്ഥിക്കാൻ നീ ദൈവസന്നിധിയിലേക്ക് ഇറങ്ങി വന്നു നോക്ക്. ഇന്നലെ വരെ നടക്കാത്ത ദൈവപ്രവർത്തികൾ നിന്റെ വിഷയത്തിന്റെ മീതെ ചെയ്യുവാൻ ദൈവം വിശ്വസ്തനാണ്. ബ്ലാങ്കറ്റിന്റെ അകത്തുനിന്ന് പുറത്തുവാ, പുതപ്പിന്റെ അകത്തുനിന്ന് പുറത്തുവാ, ആ കസാരയിൽ കംഫോർട്ട് പ്ലേസിനകത്തിരുന്നുള്ള പ്രാർത്ഥനയിൽ നിന്ന് പുറത്തുവാ, കട്ടിലിൽ മെത്തയുടെ പുറത്ത് സുഖകരമായി ചാരിയിരുന്നുള്ള പ്രാർത്ഥനയിൽ നിന്ന് പുറത്തുവാ. വില കൊടുത്തുകൊണ്ട് പ്രാർത്ഥനാ മുറിക്കകത്ത് കയറ്. ഭക്തന്മാർ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളെ നോക്ക്. ക്രിസ്തു നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നിരിക്കുന്ന മാതൃകയെ നോക്കിക്കൊണ്ട് നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ, ഈ ദിവസങ്ങളിൽ മുട്ടുമടക്കുവാൻ പരിശുദ്ധയാത്മാവ് നമ്മോട് ആലോചന പറയുകയാണ്. പ്രാർത്ഥന നിർത്തുകയല്ല വേണ്ടത്, പ്രസ്തുത പ്രാർത്ഥനാ രീതികൾക്ക് മാറ്റം വരുത്തുവാൻ പരിശുദ്ധയാത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. അതിലൊരു പ്രാർത്ഥനാ രീതിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്ന് പകൽക്കാലം കൊണ്ടുവരുവാനായി ആഗ്രഹിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ ഇരിക്കുക. പരിശുദ്ധാത്മാവിന് എന്തോ നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കുവാനായി ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിനൊരു മാറ്റം വരുത്തുവാൻ, നമ്മുടെ പ്രാർത്ഥനകൾക്കൊരു മാറ്റം വരുത്തുവാൻ, നമ്മുടെ പ്രാർത്ഥനകൾ ഫലപ്രദമാക്കി മാറ്റുവാൻ സർവശക്തനാം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധയോടും പ്രാർത്ഥനയോടും തുടർന്നുള്ള സമയങ്ങളിൽ ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ല, നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. നാം വായിച്ച വാക്യം ഹല്ലേലൂയ സ്തോത്രം, അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 20-ാം അധ്യായം അതിന്റെ 36-ാമത്തെ വാക്യമാണ്. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ മുട്ടുകുത്തി അവരെല്ലാവരോടും കൂടെ പ്രാർത്ഥിച്ചു. അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനാ രീതിയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എങ്ങനെ പ്രാർത്ഥിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്? മുട്ടുകുത്തി, അല്ലെങ്കിൽ മുഴങ്കാലിൽ നിന്നുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. നാം വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ വ്യത്യസ്ത രീതികളിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ രീതികളെ നമുക്ക് കാണുവാനായി കഴിയും. ഉദാഹരണമായി 1-2 ആ ഭാഗത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുവാനായി ദൈവനാമത്തിൽ ശരണപ്പെടുന്നു. ഒന്ന്, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 5-ാമത് വാക്യം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്: നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്, അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണികളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. കണ്ടോ, ഒരു പ്രാർത്ഥനാ രീതി കണ്ടോ? നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇതേ പ്രാർത്ഥനാ രീതി നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ കാണുവാനായി കഴിയുന്നു. അവിടെ പരീശൻ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അതേ അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ ചുങ്കക്കാരനോ ദൂരത്ത് നിന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്നെഴുതിയിരിക്കുന്നു. അതുപോലെ തന്നെ മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 35-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാനായി കഴിയുന്നു നിലത്ത് വീണ് കിടന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ നാം വേദപുസ്തകം പഠിക്കുമ്പോൾ വ്യത്യസ്ത തരത്തിലെ പല പ്രാർത്ഥനാ രീതികളെ നമുക്ക് കാണുവാനായി കഴിയും. പക്ഷേ നാം പഴയ നിയമവും പുതിയ നിയമവും പഠിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ അഭിഷിക്തദാസന്മാർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച പവർഫുള്ളായ പ്രാർത്ഥനാ രീതികളുണ്ട്. അതിലൊരു പ്രാർത്ഥനാ രീതിയാണ് അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിച്ച പ്രാർത്ഥനാ രീതി. എങ്ങനെ? മുഴങ്കാലിൽ നിന്നുകൊണ്ടുള്ള പ്രാർത്ഥന. ദൈവത്തിന്റെ അഭിഷിക്തദാസന്മാർ എന്തുകൊണ്ടാണ് മുഴങ്കാലിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ അത് ഞാൻ പറഞ്ഞത് കൊണ്ട് കാര്യമാകുന്നില്ല. നിങ്ങൾ ദൈവസന്നിധിയിൽ മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. നിങ്ങൾ മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ രാജാക്കന്മാർ മുഴങ്കാലിൽ എന്തുകൊണ്ട് നിന്നു? പ്രവാചകന്മാർ എന്തുകൊണ്ട് ദൈവസന്നിധിയിൽ മുഴങ്കാലിൽ നിന്നു? അപ്പോസ്തലന്മാർ എന്തുകൊണ്ട് ദൈവസന്നിധിയിൽ മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. മുഴങ്കാലിലെ പ്രാർത്ഥനയുടെ ശക്തി എന്തെന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ പഠിച്ചത് കൊണ്ട് കാര്യമല്ല, നമ്മളൊരു പ്രസംഗം കേട്ടത് കൊണ്ടും കാര്യമായില്ല. പ്രസ്തുത ദൈവസന്നിധിയിൽ മുഴങ്കാലിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. ഇന്ന് എന്റെ മനസ്സിന്റെ അകത്തെ ആഗ്രഹം ഇതാണ്. പരിശുദ്ധയാത്മാവ് എനിക്ക് തരുന്ന നിയോഗം ഇതാണ്. പാലരി പ്രാർത്ഥിച്ചിട്ട് ഫലമില്ലെന്ന് ചിന്തിച്ചിരിക്കുന്ന ചിലരെ പ്രാർത്ഥനാ രീതികൾക്ക് മാറ്റം വരുത്തണമെന്ന് നിങ്ങളോട് വിളിച്ചു പറയുകയും ഫലപ്രദമായ ചില പ്രാർത്ഥന രീതികൾ വേദപുസ്തകത്തിൽ ദൈവത്തിന്റെ അഭിഷിക്തന്മാർ പ്രാർത്ഥിച്ച ചില പ്രാർത്ഥനാ രീതികളിൽ ചിലതിനെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് ആ പ്രാർത്ഥനാ ലൈഫിലേക്ക്, ഫലപ്രദമായ പ്രാർത്ഥനാ മേഖലയിലേക്ക് നിങ്ങളെ അനുനയിക്കുവാൻ പരിശുദ്ധാത്മാവ് എനിക്കൊരു നിയോഗം തന്നിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന കുഞ്ഞെ, പ്രാർത്ഥനാ രീതിക്ക് നീ മാറ്റം വരുത്തി നോക്കിയേ. മുഴങ്കാലിൽ നിന്ന് നോക്കിയേ. ശക്തന്മാർ മുഴങ്കാലിൽ നിന്നതുപോലെ നിങ്ങൾ മുഴങ്കാലിൽ നിന്ന് നോക്ക്. ഇന്നലെ വരെ നടക്കാത്ത ദൈവപ്രവൃത്തി നമ്മുടെ ഭവനത്തിനകത്ത് സംഭവിക്കും. ഹല്ലേലൂയ. ദൈവ
ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന എസ്ര ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. എങ്ങനെ പ്രാർത്ഥിച്ചു? മുഴങ്കാലിൽ പ്രാർത്ഥിച്ചു. എന്തുകൊണ്ട് പ്രാർത്ഥിച്ചു? നമുക്ക് ആ ഭാഗത്തിലേക്ക് കടന്നു പോകാം. ഒരു വാക്യം വായിച്ചേ. എസ്രയുടെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 5-ാമത് വാക്യം ഞാൻ നിങ്ങൾക്കായി വായിക്കാം. ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, സന്ധ്യായാഗത്തിന്റെ സമയത്ത് ഞാൻ എൻ്റെ ആൺമതവനം വിട്ട് എഴുന്നേറ്റ് കീറിയ വസ്ത്രത്തോടും മേലങ്കിയോടും കൂടെ മുട്ടുകുത്തി എൻ്റെ ദൈവമായ യഹോവയെങ്കിലേക്ക് കൈമലർത്തി പറഞ്ഞതെന്തെന്നാൽ. കണ്ടോ, ഇവിടെ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന എസ്ര ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. കുറച്ചും കൂടെ വ്യക്തമായി പറഞ്ഞാൽ മുഴങ്കാലിൽ നിന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് അവിടുത്തെ റീസൺ? ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന എസ്ര ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എസ്രയുടെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 1-2 വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇസ്രായേൽ ജനവും ദൈവത്തിന്റെ പുരോഹിതന്മാരും ലേവ്യരും അവിടത്തെ ജാതികളുമായി വേർപെടുത്തുവാൻ കഴിയാത്ത രീതിയിൽ ഇടകലർന്നു എന്ന് എസ്രാ ശാസ്ത്രി കണ്ടപ്പോൾ, വേർപെടുത്തുവാൻ കഴിയാത്ത രീതിയിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നതിനെ ആ ബന്ധനത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി ദൈവത്തിന്റെ അഭിഷിക്തൻ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ചില ബന്ധനങ്ങൾക്കകത്ത് ചിലർ കുടുങ്ങിക്കിടക്കുന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. നാളുകളായും നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടും ആ ബന്ധനത്തിനകത്ത് നിന്ന് അവർ പുറത്തു വരുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിച്ച് നിരാശപ്പെട്ടിരിക്കുകയല്ലേ? എന്റെ പ്രാർത്ഥന ഫലിക്കുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുകയല്ലേ? എങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധയാത്മാവ് പറയുകയാണ്, നീ നിരാശപ്പെടണ്ട, നീ പ്രാർത്ഥന അവസാനിപ്പിക്കണ്ട. ഒരിക്കലും പുറത്തു വരാൻ കഴിയാത്ത രീതിയിൽ എവിടെ ബന്ധിച്ചിട്ടിരിക്കുന്ന ബന്ധനത്തെയും പൊട്ടിച്ചുകൊണ്ട് ചിലതിനെ വേർപെടുത്തി ദൈവസ്ഥാനത്തിൽ മടക്കിക്കൊണ്ടുവരുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. അങ്ങനെ നിന്റെ ഭവനത്തിനകത്ത് നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ സംഭവിക്കണമെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിന്റെ കംഫോർട്ട് പ്രാർത്ഥനാ രീതികളെ വിട്ടുകൊണ്ട് ദൈവസന്നിധിയിൽ മുഴങ്കാലിൽ നിൽക്കാൻ തയ്യാറാണോ? ഇന്നലെ വരെ നീ പ്രാർത്ഥിച്ചിട്ട് നടക്കാത്ത ദൈവപ്രവർത്തി നിന്റെ ഭവനത്തിനകത്ത് നടക്കും. പിന്മാറ്റത്തിന്റെ ബന്ധനത്തിനകത്ത് മുറുകിക്കിടക്കുന്നതിന് ആ പിന്മാറ്റത്തിന്റെ ബന്ധനത്തിൽ നിന്ന് പൊട്ടിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ മടക്കിക്കൊണ്ടുവരും. ചില ബന്ധങ്ങൾക്കകത്ത് വേർപെടുത്തുവാൻ കഴിയാത്ത രീതിയിൽ ചില ബന്ധങ്ങൾക്കകത്ത് നിന്റെ തലമുറയോ നിന്റെ കുടുംബത്തിലുള്ള മറ്റേതെങ്കിലും വ്യക്തി ജീവിതങ്ങളോ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, വേർപെടുത്തി ദൈവം തരും. ഇന്ന് പകൽക്കാലം ഈ എസ്രാ ശാസ്ത്രി ദൈവസന്നിധിയിൽ മുട്ടിന്മേൽ നിന്നുകൊണ്ട് മുഴങ്കാലിൽ നിന്നുകൊണ്ട് മുട്ടുകൊത്തി ദൈവസന്നിധി പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥനാ രീതിക്ക് മാറ്റം വരുത്ത്. കംഫോർട്ട് സോണിൽ നിന്ന് പുറത്തു വാ, കംഫോർട്ടായ പ്രാർത്ഥനകളിൽ നിന്ന് പുറത്തു വാ. വില കൊടുത്ത് ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. അഭിഷിക്തന്മാർ വിഷയങ്ങളെ അഭിമുഖീകരിക്കുവാൻ തുടങ്ങിയപ്പോൾ എങ്ങനെയാണോ പ്രാർത്ഥിച്ചുവെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, അതുപോലെ വില കൊടുത്ത് ദൈവസന്നിധി നാം പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ വേർപെടുത്താൻ കഴിയാത്ത രീതിയിൽ ഏത് വേദം ചൊല്ലി കെട്ടിയ കെട്ടായാലും ആ കെട്ടിനെ പൊട്ടിച്ച് കരത്തി തരുവാൻ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു, മുഴങ്കാലിൽ നിൽക്ക്, മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തയ്യാറാക്. നഷ്ടപ്പെട്ടതിനെയും കുരുക്കിയിട്ടിരിക്കുന്നതിനെയും ബന്ധനത്തിനകത്ത് മുറുക്കിയിട്ടിരിക്കുന്നതിനെയും കെട്ടുകളെയും കുരുക്കുകളെയും പൊട്ടിച്ച് കരത്തി തന്ന് മാനിക്കുവാൻ ഈ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ചില സ്വഭാവങ്ങൾക്കകത്ത് ചിലത് ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. നിങ്ങൾ പല രീതിയിൽ പറഞ്ഞു നോക്കി, മോനെ നീ ഇത് നിർത്ത്, മകളെ നിനക്കിത് ചേർന്നതല്ല, ഈ സംസാര രീതി നിനക്ക് ചേർന്നതല്ല, ഈ മദ്യപാനം നിനക്ക് ചേർന്നതല്ല, ഈ ദൂഷ്യ സ്വഭാവങ്ങളിൽ നിന്ന് നീ പുറത്തു വാ. പക്ഷെ കഴിയുന്നില്ല. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, അവനെ ദൈവം പുറത്തു കൊണ്ടുവരും. മുഴങ്കാലിൽ നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് പറയുകയാണ്. എന്റെ ദൈവം പറയുന്നു, ഇന്നലെ വരെ നടക്കാത്ത ദൈവപ്രവർത്തികൾ നിന്റെ കണ്ണിന് പോലും വിശ്വസിക്കുവാൻ കഴിയാത്ത രീതിയിൽ നിന്റെ കുടുംബത്തിനകത്ത് ദൈവം ചെയ്തു തരും. ഹല്ലേലൂയ. ദൈവം പറയുന്നു, പ്രാർത്ഥനയ്ക്ക് വ്യത്യാസം വരുത്തുക, മുഴങ്കാലിൽ നിൽക്കാൻ തയ്യാറാകുക. പരിശുദ്ധനാം ദൈവം പ്രവർത്തിക്കും. എസ്രാ ശാസ്ത്രി എന്തുകൊണ്ട് ദൈവസന്നിധിയിൽ മുഴങ്കാലിൽ നിന്നു എന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ഹല്ലേലൂയ, വേർപെടുത്തുവാൻ കഴിയാത്ത രീതിയിൽ ലോകവുമായി ജാതിയുമായി ദൈവത്തിന്റെ അഭിഷിക്തന്മാരും ദൈവമക്കളും ഇടകലർന്നു എന്ന് കണ്ടപ്പോൾ അഭിഷിക്തം ദൈവസന്നിധിയിൽ മുട്ടുകുത്തുവാൻ തയ്യാറായി. എന്തുകൊണ്ട് ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന എസ്രാ
ദൈവസന്നിധിയിൽ മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിച്ചു എന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ നമുക്ക് അടുത്ത് മനസ്സിലാക്കുവാനായി കഴിയും. എവർ ഈ പോക്ക് പോയാൽ ദൈവത്തിന്റെ ന്യായവിധിക്ക് കാരണമായി തീരുമെന്ന് എസ്രയ്ക്ക് മനസ്സിലായി. അപ്പോൾ എസ്ര ദൈവസന്നിധിയിൽ മുഴങ്കാലിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാനിടയായി. അടുത്ത് എന്തുകൊണ്ട് എസ്ര ദൈവസന്നിധിയിൽ മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിച്ചു എന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. പിന്മാറ്റത്തിൽ കിടക്കുന്ന വ്യക്തികളുടെ മടങ്ങി വരവിന്, മാനസാന്തരത്തിന് വേണ്ടി എസ്ര ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുവാനിടയായി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, നിന്റെ കുടുംബത്തിനകത്തും പിന്മാറ്റത്തിൽ കിടക്കുന്നത് മടങ്ങി വരും. ന്യായവിധിക്ക് കാരണമാകുന്ന രീതിയിൽ പ്രവർത്തികൾ ചെയ്ത് ജീവിക്കുന്ന ചിലതിന് മടക്കി ലഭിക്കണമോ? പരിശുദ്ധാത്മാവ് പറയുകയാണ്, നീ ദൈവസന്നിധിയിൽ മുഴങ്കാലിൽ നില്ല്, മുട്ടുകുത്തി ദൈവസന്നിധി പ്രാർത്ഥിച്ചു തുടങ്ങുക. നഷ്ടപ്പെട്ടതിനെ മടക്കി തരും. ഇടകലർന്ന് കിടക്കുന്നതിനെ വേർപെടുത്തുവാൻ കഴിയാത്ത രീതിയിൽ ബന്ധങ്ങൾക്കകത്തും സ്വഭാവങ്ങൾക്കകത്തും പൈശാചിക ശക്തികൾക്കകത്തും ബന്ധിക്കപ്പെട്ട് കിടക്കുന്നതിനെ പൊട്ടിച്ച് കരത്തി തരുവാൻ ഈ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് പകൽക്കാലം പ്രാർത്ഥനകളെ അവസാനിപ്പിക്കുകയല്ല വേണ്ടത്. നിന്റെ പ്രാർത്ഥനകൾ ഫലപ്രദമായി മാറണമോ? അഭിഷിക്തന്മാർ വിഷയങ്ങളെ അഭിമുഖീകരിച്ചപ്പോൾ അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥനാ രീതികളിൽ ഒന്നായ മുഴങ്കാലിൽ നിന്നുകൊണ്ട് നീ പ്രാർത്ഥിക്ക്. എന്റെ ദൈവം നിന്റെ ഭവനത്തിനകത്ത് അത്ഭുതം ചെയ്യാൻ പോകുന്നു. മറ്റൊരു വാക്യത്തിലേക്ക് വന്നേ. ഹല്ലേലൂയ. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 10-ാമത് വാക്യം. അവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു, സ്തോത്രം ചെയ്തു. കണ്ടോ, ദൈവത്തിന്റെ അഭിഷിക്തനായിരിക്കുന്ന ദാനിയേൽ എങ്ങനെയാ പ്രാർത്ഥിച്ചത്? ദൈവസന്നിധിയിൽ ദിവസം 3 പ്രാവശ്യം, രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട് ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രവാസത്തിലേക്ക് കടന്നു വന്ന ദാനിയേൽ, അടിമയായി കടന്നു വന്ന ദാനിയേൽ, അവന്റെ ജീവിതത്തിൽ ദൈവം ഉയർച്ച കൊടുത്തതിന്റെ കാരണം എന്താ എന്ന് ചോദിച്ചാൽ, ആ അഭിഷിക്തദാസനെ ദൈവം ഉയർത്താനുള്ള കാരണം ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ മുഴങ്കാലിൽ നിൽക്കുന്ന ഒരു സ്വഭാവം ദാനിയേലിനുണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവൈതലേ, നിന്റെ അവസ്ഥ മാറണമോ എങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, പ്രാർത്ഥനയ്ക്ക് മാറ്റം വരുത്ത്. മുഴങ്കാലിൽ നിന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിര്. ഇന്ന് നീ ഇരിക്കുന്ന സാഹചര്യത്തിനകത്ത് നിന്ന്, ഇന്ന് നീ കടന്നു പോകുന്ന വിഷയങ്ങൾക്കകത്ത് നിന്ന് നിന്നെയും നിന്റെ കുടുംബത്തെയും പുറത്തു കൊണ്ടുവരുവാൻ ദൈവം വിശ്വസ്തനാണ്. മുഴങ്കാലിലേക്ക് കടന്നു വാ. മുഴങ്കാലിൽ നിന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്ക്. മുഴങ്കാലിൽ നിൽക്കുന്നവന്റെ അവസ്ഥയെ എന്റെ ദൈവം മാറ്റിയിരിക്കുമെന്നും നിശ്ചയമാണ്. ഇവിടെ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ദാനിയേൽ മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കുക. എന്തുകൊണ്ടാ ദാനിയേൽ മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു ഈ 6-ാം അധ്യായത്തിനകത്തെന്ന് ചോദിച്ചാൽ, അവിടെ എഴുതിയിരിക്കുകയാണ്, രാജാവ് രേഖ എഴുതിയിരിക്കുകയാണ്. എന്താണ് രേഖ? അടുത്ത 30 ദിവസത്തേക്ക് രാജാവിനോടല്ലാതെ ഏതൊരു ദേവനോടോ ഏതൊരു മനുഷ്യനോടോ പ്രാർത്ഥിച്ചുകൂടാ എന്ന രേഖ. അങ്ങനെ പ്രാർത്ഥിക്കുന്നവനെ എന്തു ചെയ്യുമെന്ന രേഖയിൽ എഴുതിയിരിക്കുന്നത്? സിംഹക്കുഴിക്കകത്തിട്ട് കളയുമെന്ന്. ഈ രേഖ എഴുതിയിരിക്കുന്നത് ദാനിയേൽ അറിഞ്ഞപ്പോൾ ദാനിയേൽ എന്താ ചെയ്തത്? ഭയപ്പെട്ടെന്നല്ല, ദാനിയേൽ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എപ്പോഴെല്ലാം? രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും അവൻ മുമ്പ് ചെയ്തു വന്നതുപോലെ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദാനിയേലേ, രാജാവ് രേഖ എഴുതിയിരിക്കുന്നതിന് നീ എന്തിനാ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതെന്ന് നമ്മൾ ദാനിയേലിനോട് ചോദിച്ചാൽ ദാനിയേൽ പറയും, ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്നവനെ ഒരു രേഖയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവേദലേ, നിനക്കെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ, നീ ആയിരിക്കുന്ന ദൈവസഭയ്ക്കെതിരെ, നിന്റെ ശുശ്രൂഷകൾക്കെതിരെ ആരെല്ലാം എവിടെ എന്തെല്ലാം രേഖകൾ എഴുതി വെച്ചാലും നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഏത് മന്ത്രവാദി എത്ര നാൾ വ്രതമെടുത്ത് ഏത് അല്ലെങ്കിൽ തകിടിനകത്ത് നിന്റെ പേരെഴുതി, നിന്റെ മക്കളുടെ പേരെഴുതി, നിന്റെ കുടുംബത്തിന്റെ പേരെഴുതി, നിന്റെ അഡ്രസ് എഴുതി എന്തെല്ലാം പൂജകൾ ചെയ്തെന്ന് വന്നാലും അല്ലെങ്കിൽ സർവശക്തനാം ദൈവത്തിന്റെ സന്നിധിയിൽ
നീ മുട്ടുമടക്കുന്ന വ്യക്തിയാണോ, നിന്റെ തലയിലെ ഒരു രോമത്തെ പോലും ഒരു രേഖയ്ക്കും ഒരു മന്ത്രവാദിക്കും ഒരു അധികാരിക്കും ഒരു ഇരുട്ടിന്റെ ശക്തിക്കും തൊടാൻ പറ്റത്തില്ല. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ദൈവജനത്തോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിന്റെ പ്രാർത്ഥനാ രീതികൾക്ക് നീ മാറ്റം വരുത്ത്. ആര് നിനക്ക് വിരോധമായി ഊമക്കത്തെഴുതിയാലും, ആര് നിനക്ക് വിരോധമായി വാട്സാപ്പ് സന്ദേശങ്ങൾ അയച്ചാലും, ആര് നിനക്ക് വിരോധമായി ഇല്ല കഥകൾ ചമച്ചെന്ന് വന്നാലും, ആര് നിനക്ക് വിരോധമായി ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ ഇട്ടെന്ന് വന്നാലും നീ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. നീ മുട്ടുകുത്തുന്നത് ദൈവസന്നിധിയിലാണെങ്കിൽ, ഹല്ലേലൂയ, ഇതാരാണോ ഈ കുരുക്കുകളെല്ലാം കുരുക്കിക്കൊണ്ടിരിക്കുന്നത്, ആ കുരുക്കുകൾ അവന് തന്നെ കുരുക്കായി ദൈവം മാറ്റും. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് വിരോധമായി ആരെല്ലാം കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കിയെന്ന് വന്നാലും ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്നവന് ഒരു കൂട്ടുകെട്ടുകൾക്കും തകർക്കാൻ കഴിയത്തില്ല. ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്നവന് ഒരു തീച്ചുളയ്ക്കും ദഹിപ്പിക്കാൻ കഴിയത്തില്ല. ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്നവന് ഒരു സിംഹത്തിന്റെ കുഴികളിലും അവസാനിപ്പിക്കുവാൻ കഴിയത്തില്ല. എങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധയാത്മാവ് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനത്തോട് പറയുന്നു, രേഖകളെ കണ്ട് നീ ഭാരപ്പെടണ്ട. ദൈവസന്നിധിയിൽ നീ മുട്ടുമേൽ നിൽക്ക്. ദൈവം നിനക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും. അപ്പോൾ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ദാനിയേൽ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അടുത്ത് മറ്റൊരു വാക്യത്തിലേക്ക് പോകാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 42-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, ആഹാബ് ഭക്ഷിച്ച് പാനം ചെയ്യേണ്ടതിന് മല കയറിപ്പോയി. ഏലിയാവോ കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിലത്തു കുനിഞ്ഞ് മുഖം തന്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ചു. അപ്പോൾ ദൈവത്തിന്റെ അഭിഷിക്തൻ ഏലിയാവ് എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? മുഴങ്കാലിൽ നിന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. എന്തിനാണ് ഏലിയാവ് മുഴങ്കാലിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചാൽ, ദേശത്ത് കഴിഞ്ഞ 3 വർഷവും 6 മാസവുമായി മഴയില്ല. ഒരു മഴയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ ദാസൻ ദൈവസന്നിധിയിൽ മുഴങ്കാലിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ദേശത്തിന്റെ വരൾച്ച മാറണം. ദേശം അനുഭവിക്കുന്ന ഈ പ്രതിസന്ധിക്കകത്ത് നിന്ന് ഒരു വിടുതൽ വേണമെങ്കിൽ ദൈവം ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നുകൊണ്ട് മഴ തന്റെ ജനത്തിന് വേണ്ടി കൊടുക്കണം. അതിനുവേണ്ടി അഭിഷിക്തൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു മഴയ്ക്കായി മുഴങ്കാലിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അഭിഷിക്തൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു മഴയ്ക്ക് വേണ്ടി മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? കൈപ്പത്തിയുടെ വലിപ്പത്തിൽ ഒരു മേഘം പൊങ്ങി വന്നു. അടുത്ത നിമിഷത്തിൽ അഭിഷിക്തൻ പറയുകയാണ്, ഒരു വലിയ മഴയുടെ എരച്ചിൽ ഞാൻ കേൾക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, നിന്റെ ഭവനത്തിനകത്ത് നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വരൾച്ചയ്ക്ക് മാറ്റം വരണമോ? റീഖാമാന ശംബന അംദൽ ഖൗഡബദന. മഴയ്ക്ക് വേണ്ടി ഒരു വേഴാമ്പൽ കാത്തിരിക്കുന്നത് പോലെ ജീവിതത്തിന്റെ അവസ്ഥകൾക്കൊരു മാറ്റം വരുവാൻ, കുടുംബത്തിന്റെ വരൾച്ചകൾ, സമാധാനമില്ല, വരൾച്ച അനുഭവിക്കുന്നു. സൗഖ്യമില്ല, വരൾച്ച അനുഭവിക്കുന്നു. സന്തോഷമില്ല, വരൾച്ച അനുഭവിക്കുന്നു. ആത്മീയ മുന്നേറ്റമില്ല, വരൾച്ച അനുഭവിക്കുന്നു. പ്രാർത്ഥനയിൽ നിങ്ങൾ വരൾച്ച അനുഭവിക്കുന്നു. ജീവിതത്തിന്റെ സമസ്ത മേഖലമേലും വരൾച്ച അനുഭവിച്ചിരിക്കുകയാണ്. നാളുകളായും നിങ്ങൾ കാത്തിരിക്കുകയാണ് ഈ അവസ്ഥയ്ക്കൊരു മാറ്റം ദൈവമേ തരണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ട് നിങ്ങളുടെ ആഗ്രഹത്തിനൊത്തവണ്ണ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നില്ല എന്ന് ചിന്തിച്ച് നിങ്ങൾ നിരാശപ്പെട്ട് പ്രാർത്ഥന അവസാനിപ്പിക്കേണ്ട. ഇന്ന് പകൽക്കാലം പരിശുദ്ധരാം ദൈവം പറയുന്നു, അഭിഷിക്തനായിരിക്കുന്ന ഏലിയാവ് മഴയ്ക്ക് വേണ്ടി മുഴങ്കാലിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചതുപോലെ നീ ദൈവസന്നിധിയിൽ മുഴങ്കാലിൽ നിൽക്കാൻ തയ്യാറാകുക. ഇന്നലെ വരെ പെയ്യാത്ത ഹല്ലേലൂയ ആ ശിക്ഷ മാറി നിന്റെ ജീവിതത്തിൽ പെയ്തിറക്കുവാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഉടാലവ ശമ്പൽ ഖൗഡബദന. നീ മുഴങ്കാലിൽ നിൽക്കാൻ തുടങ്ങുമ്പോൾ ഹല്ലേലൂയ കൈപ്പത്തിയുടെ വലിപ്പത്തിൽ മേഘങ്ങൾ പൊങ്ങി വരും നിനക്ക് വേണ്ടി. നീ ചില ശബ്ദങ്ങൾ കേൾക്കും. ഉടാവ ശബ്ദന അടകമന ധീരഗച്ഛസി. വിശ്വസിക്കുന്നവർ എന്റെ കൂടെ അധരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിന്റെ അവസ്ഥ മാറും, നിന്റെ തലമുറയുടെ അവസ്ഥ മാറും. എത്ര അധ്വാനിച്ചിട്ടും വരൾച്ചകൾ, എത്ര പ്രയത്നിച്ചിട്ടും വരൾച്ചകൾ, ജീവിതത്തിന്റെ വരൾച്ചകൾ മാറുന്നില്ല, കുടുംബത്തിന്റെ വരൾച്ചകൾ മാറുന്നില്ല, അവസ്ഥയ്ക്ക് വ്യത്യാസം വരുന്നില്ല. പഴയതിനേക്കാൾ കൂടുതലായി അവസ്ഥകൾ വരൾച്ചയിലേക്ക് പോകുന്നതല്ലാതെ പ്രാർത്ഥിച്ചിട്ടൊരു പ്രതിവിധിയും ലഭിക്കുന്നില്ലെന്ന് ചിന്തിച്ച് നിരാശപ്പെടേണ്ട. ദൈവം പറയുന്നു, പ്രാർത്ഥനാ രീതിയെ മാറ്റുക, മുഴങ്കാലിൽ നിൽക്കുക. നിന്റെ പ്രാർത്ഥനയെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. കണ്ടോ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന എസ്ര ദൈവസന്നിധിയിൽ മുഴങ്കാലിൽ നിന്ന്
പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ദാനിയേൽ ദിവസത്തിൽ 3 പ്രാവശ്യം ദൈവസന്നിധിയിൽ മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിച്ചു. എടുത്ത ദൈവത്തിന്റെ വചനത്തിൽ പറയുകയാണ്, ഏലിയാവ് ദൈവസന്നിധിയിൽ മുഴങ്കാലിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാനിടയായി. അല്ലെങ്കിൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന പൗലോസ് ദൈവസന്നിധിയിൽ മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന പത്രോസും ദൈവസന്നിധിയിൽ മുഴങ്കാലിൽ പ്രാർത്ഥിച്ചു. ഒരു വാക്യം വായിച്ചാട്ടെ. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 40-ാമത്തെ വാക്യം. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 40-ാമത്തെ വാക്യം. അവിടെ എഴുതിയിരിക്കുന്ന ആ വാക്യം ഞാൻ നിങ്ങൾക്കായി വായിക്കാം. പത്രോസ് അവരെയൊക്കെയും പുറത്തിറക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ശവത്തിന് നേരെ തിരിഞ്ഞു, തബീതയെ എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞു. അവൾ കണ്ണു തുറന്നു, പത്രോസിനെ കണ്ടു, എഴുന്നേറ്റ് ഇരുന്നു. ഇവിടെ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന പത്രോസ് ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. എന്തുകൊണ്ടാണ് പത്രോസ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത്? തബീത എന്ന് പറയുന്ന ശിഷ്യ ദീനം പിടിച്ചു മരിച്ചു കിടക്കുകയാണ്. മരിച്ചു കിടക്കുന്ന വിഷയത്തിന്റെ മുമ്പിൽ ഇപ്പോൾ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന പത്രോസ് വന്നു നിൽക്കുകയാണ്. അവിടെ പത്രോസ് എന്താണ് ചെയ്തത്? മുട്ടുകുത്തി ദൈവത്തെങ്കിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചതിനന്തരം എന്താ പത്രോസ് ചെയ്തത്? ശവത്തിന് നേരെ തിരിഞ്ഞുകൊണ്ട് ആത്മാവിൽ പ്രഖ്യാപിച്ചു, മരിച്ചു കിടക്കുന്ന തബീതയോട് എഴുന്നേൽക്കുവാൻ പറഞ്ഞതിനന്തരം ജീവനറ്റ് കിടന്ന ശരീരത്തിലേക്ക് ജീവൻ മടങ്ങി വന്നു. മരിച്ചവൾ ഉയർത്തെഴുന്നേൽക്കുവാനിടയായി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഇന്ന് പകൽക്കാലം നിങ്ങളുടെയും ജീവിതത്തിൽ ഇത്തരത്തിലെ ചില സന്ദർഭങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടായിരിക്കാം. ജീവനറ്റ് കിടക്കുന്ന ചില വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ടായിരിക്കാം. എന്ത് ചെയ്യണമെന്നറിഞ്ഞുകൂടാ. എത്ര പ്രാർത്ഥിച്ചിട്ടും ജീവൻ മടങ്ങി വരുന്നില്ല. ആ വിഷയങ്ങൾക്ക് ചലനം സംഭവിക്കുന്നില്ല. ഒരു സാധ്യതകളും കാണുന്നില്ല. ആ വാതിലുകൾ നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടുന്നില്ല. നിങ്ങൾ ഒരുപക്ഷെ നിരാശരായിരിക്കുന്ന വ്യക്തിയായിരിക്കാം. എങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുകയാണ്, നീ നിരാശപ്പെടണ്ട, പ്രാർത്ഥനയെ അവസാനിപ്പിക്കണ്ട, ദൈവസന്നിധിയിലേക്ക് മുട്ടുമടക്കാൻ തയ്യാറാക്. മുട്ടുകുത്തി മുഴങ്കാലിൽ നിന്നുകൊണ്ട് ദൈവസന്നിധി പ്രാർത്ഥിച്ചിട്ട് ആ ജീവനറ്റ് കിടക്കുന്ന വിഷയങ്ങളിലേക്ക്, ചലനമില്ലാതെ കിടക്കുന്ന വിഷയങ്ങളിലേക്ക്, നിന്റെ മുമ്പിൽ തുറക്കാതെ കിടക്കുന്ന വാതിലുകളിലേക്ക് നീ തിരിഞ്ഞുകൊണ്ട് ആത്മാവിൽ കൽപ്പിക്ക്. ഇന്നലെ വരെ അടഞ്ഞു കിടന്ന, ഇന്നലെ വരെ ജീവനില്ലാതെ കിടന്ന, ഇന്നലെ വരെ അത്ഭുതങ്ങൾ കാണാതിരുന്ന ആ വിഷയങ്ങളുടെ മേൽ ദൈവം തന്റെ പ്രവൃത്തിയെ തന്റെ ജനത്തിന് വേണ്ടി വെളിപ്പെടുത്തും.